നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയ ഒരു വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ കാണുന്നതാണ്. വാസ്തു സംബന്ധമായിട്ടുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. വാസ്തു സംബന്ധമായിട്ട് എന്ന് പറഞ്ഞാൽ ആരും ചർച്ച ചെയ്യാത്ത ഒരു സംഗതിയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാ വീടുകളിലും ഇപ്പോൾ പുരപ്പുറ സോളാർ വെക്കുന്നുണ്ട്. പുരപ്പുറ സോളാർ അല്ലെങ്കിൽ ഗ്രിഡ് കണക്ട് ചെയ്യുന്നതും അല്ലാത്തതുമായ സോളാർ പാനൽ വെക്കുമ്പോൾ അതിൻ്റെ എർത്തിങ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എർത്തിങ് സിസ്റ്റം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എർത്തിങ് റോഡുകൾ, അത് ചിലപ്പോൾ കോപ്പർ റോഡായിരിക്കാം, ചിലപ്പോൾ GI റോഡായിരിക്കാം. ഇത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, കോപ്പർ റോഡാണ് നമ്മൾ 3 റാഡ് പലയിടത്തും അടിച്ചു വെക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ 3 റാഡ് നമ്മൾ അവിടെ അടിച്ച് താക്കുമ്പോൾ അതിൻ്റെ വാസ്തുവിന് വ്യത്യാസം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ കോപ്പർ റോഡാണ് അടിച്ച് താക്കുന്നതെങ്കിൽ അതിൻ്റെ വാസ്തു മണ്ഡലം തിരിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ കോപ്പർ റാഡുകൾ അടിച്ച് താത്ത് വാസ്തു മണ്ഡലം തിരിക്കാറുണ്ട്. ഇതും അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ അതിനോട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും ഭിത്തിയോട് ചേർന്ന് അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് തന്നെ ഈ 3 റാഡുകൾ പല ഭാഗത്തായിട്ട് ഒരേ ലെവലിൽ അടിച്ച് താത്താൽ, അല്ലെങ്കിൽ ബൗണ്ടറി വാളിന് ചേർന്ന്, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലാതെ നമ്മൾ പല സ്ഥലത്തായിട്ട് 3 റാഡ് അടിച്ച് അതിൻ്റെ കോപ്പർ അതുവഴി ഓടിക്കുമ്പോൾ ആ വാസ്തുവിനുണ്ടാവുന്ന വ്യത്യാസം, നിങ്ങൾ അവിടെ വാസ്തു വേർതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥാനങ്ങൾക്ക് വ്യത്യാസം വരും. അത് ഒഴിവാക്കാനായിട്ട് അത് കഴിവതും വീടിനോട് ചേർന്ന് തന്നെ ആകുമ്പോൾ ആ വാസ്തുവിന് വളരെ വ്യത്യാസം വരുന്നില്ല. ഇതാരും ചർച്ച ചെയ്യാത്തൊരു സംഗതിയാണ്. പക്ഷെ അത് ചില വാസ്തു വിദഗ്ധന്മാരടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ അത് മനസ്സിലാവും. പല സ്ഥലത്തായിട്ട് നമ്മൾ വാസ്തു തെറ്റായ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാസ്തു കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് കോപ്പർ റാഡ്, അല്ലെങ്കിൽ ഇപ്പോൾ കോപ്പർ കേബിളുകൾ വലിച്ച് വാസ്തു മണ്ഡലം തിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഒരു 6 ഇഞ്ച് താത്ത് അരഭിത്തി കിട്ടുക, അങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തുണ്ട്. ഇതും ഈ കോപ്പർ റാഡ് ഇടുന്നതും അതുവഴി കേബിൾ ഇടുന്നതും ഭൂമിക്കടിയിൽ അത് വാസ്തു മണ്ഡലം തിരിക്കുന്നതിന് തുല്യമാണ്. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗമാണ് കഴിവതും വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന് റാഡ് അടിച്ച് താക്കുക. അപ്പോൾ അതിന് വ്യത്യാസം വരുന്നില്ല. കാരണം വീടിൻ്റെ ഭിത്തി ഓൾറെഡി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ബൗണ്ടറി വാളിന് ചേർത്ത് വെക്കുക. വാസ്തു സംബന്ധമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ജ്യോതിഷമില്ലെന്ന്. ജ്യോതിശാസ്ത്രം ഏറ്റവും കൂടുതൽ പഠന കേന്ദ്രമായിട്ടുള്ളതും ജ്യോതിഷ കോളേജുകൾ ഉള്ള സ്ഥലവുമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ ജ്യോതിശാസ്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ളത് സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടെ കൈനോട്ടമാണെങ്കിലും അല്ലാതുള്ള ജ്യോതിശാസ്ത്രമാണെങ്കിലും വാസ്തുവിനൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് ഇവിടെ അതിന് ജ്യോതിശാസ്ത്ര കോളേജുകളുണ്ട്. അതിനുമായിട്ട് ബന്ധപ്പെട്ട പല സംഗതികളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ജ്യോതിശാസ്ത്ര കോളേജുകൾ അനേകമുള്ള സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും വന്ന് ഒരുപാട് പേര് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കൂടുതൽ വാസ്തു സംബന്ധമായിട്ടുള്ള വീഡിയോകൾ തുടരും ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായി. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇതുവരെ ലഭിക്കുന്നതാണ്. ശാസ്ത്രീയമായി തന്നെ പഠനങ്ങൾ നടത്തി ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ് ഇവിടെ. നന്ദി, നമസ്കാരം.